ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൺ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു ബൗളിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞതെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു 2-3 എണ്ണം ഒന്ന് കീറിയിട്ടാൽ മതി. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം. ഇത് കൈവച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 4 മുട്ട എടുത്തേക്കുന്നത്. ഈ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ സവാളയുടെ മിക്സ്ചറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചാലും മതി. ആ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 2 ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്, കാരണം ഇത് 4 മുട്ടയുണ്ട്. അപ്പം നമുക്ക് ഒരു സൈഡ് ആയിന്ന് തോന്നുമ്പോൾ നമുക്കിത് മറിച്ചിടാം. എന്നിട്ട് അടുത്ത സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം 2 സൈഡും നന്നായി കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ സവാളയുടെ മിക്സ്ചറിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇതിന് ഏറ്റവും ഒരു നല്ലൊരു ഫ്ലേവർ തരുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് തട്ടുകടയിൽ കിട്ടുന്ന സ്റ്റൈൽ ഓംലെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വേറെ ഒരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. And thank you for watching Lino's Kitchen.